ഇതൊരു മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് സ്റ്റെർലന്റ് ആണ്. വർക്ക്സ് അറ്റ് ലോ ടെമ്പറേച്ചർ, 30 to 60 ഡിഗ്രി അത്രേ ഉണ്ടാവുള്ളൂ. മെക്കാനിസം നോക്കുകയാണെങ്കിൽ ആൽക്കൈലേറ്റ്, പ്രോട്ടീൻ ആൻഡ് DNA. അപ്പൊ ഫിമിഗേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, ഫിമിഗേഷൻ ചെയ്തതിനു ശേഷം ലാബിലോട്ട് പ്രവേശിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഓഫ് പാരാസിറ്റിക് ആസിഡ് ഹാസ് നോ ഹാർംഫുൾ ഡികമ്പോസിഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്, പാരാസിറ്റിക് ആസിഡ് നോ ഹാർംഫുൾ ഡികമ്പോസിഷൻ പ്രൊഡക്റ്റ് ആണ്. കെമിക്കൽസ് ഓൾവേസ് റീഡ് ദ ലാബിൾസ്, ദെൻ ഓൺലി മിക്സ് chemicals are instructed, then dispose of chemical as described as a teacher. Hi everyone, വെൽക്കം ബാക്ക് ടു ഏജസ് അക്കാദമി. സ്റ്റെറിലൈസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രേക്കിംഗ് മൈക്രോബിയൽ ലൈഫ് വിത്ത് കെമിക്കൽസ്. ഓക്കെ, അപ്പൊ ഒരു മൈക്രോബിയൽ ലൈഫില് കെമിക്കൽസ് ഉപയോഗിച്ച് അവർ എങ്ങനെയൊക്കെയാണ് കില്ല് ചെയ്യുന്നത്, എത്രമാത്രം എഫക്റ്റീവ് ആണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കെമിക്കൽ ആണ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൈക്രോബയോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഇല്ലാതെ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഇല്ല അല്ലെ, മൈക്രോബയോളജി എന്ന് പറഞ്ഞ ഒരു ലൈഫ് തന്നെ ഇല്ല. അപ്പോ ബ്രേക്കിംഗ് മൈക്രോബിയൽ ലൈഫ് വിത്ത് കെമിക്കൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ മെത്തേഡ്സ് വേറെ, നമ്മൾ ഹീറ്റ്, ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ കെമിക്കൽ മെത്തേഡ്സ് നമുക്ക് നോക്കാം. സ്റ്റെറിലൈസേഷൻ കെമിക്കൽ മെത്തേഡ് എന്നാണ്. സ്റ്റെറിലൈസേഷൻ യൂസിങ് കെമിക്കൽ മെത്തേഡ് ഇൻവോൾവിംഗ് ദ യൂസ് ഓഫ് കെമിക്കൽ ഏജന്റ്. അപ്പൊ കെമിക്കൽ ഏജന്റ് നേരത്തെ നമ്മൾ ഫിസിക്കൽ മെത്തേഡിൽ പഠിച്ചിട്ടുള്ളത്, നമ്മളിപ്പോ ഹീറ്റ് അല്ലെ, ഹീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇവിടെ കെമിക്കൽ ഏജന്റ്സ് ഉപയോഗിച്ചിട്ട് എല്ലാ മൈക്രോ ഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളതാണ് അല്ലെ സ്റ്റെറിലൈസേഷൻ യൂസിങ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് സ്പോർസ്, വൈറസ്, ഫംഗി, എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ നോക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് എത്തിലീൻ ഓക്സൈഡ് ആണ്, ETO. ഇത് എപ്പോഴും എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നതാണ് എത്തിലീൻ ഓക്സൈഡ്. ഇതൊരു മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് സ്റ്റെർലന്റ് ആണ്. വർക്ക്സ് അറ്റ് ലോ ടെമ്പറേച്ചർ, 30 to 60 ഡിഗ്രി അത്രേ ഉണ്ടാവുള്ളൂ. മെക്കാനിസം നോക്കുകയാണെങ്കിൽ ആൽക്കൈലേറ്റ്, പ്രോട്ടീൻ ആൻഡ് DNA കിൽ മൈക്രോ ഓർഗാനിസം. അപ്പൊ പ്രോട്ടീൻസും DNA ഒക്കെ ആൽക്കൈലേറ്റ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഫിസിക്കൽ മെത്തേഡിൽ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിനും ഡിഫറെന്റ് ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഒക്കെ വേറെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എത്തിലീൻ ഓക്സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി എത്തിലീൻ ഓക്സൈഡ് യൂസസ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ കാത്തറ്റേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ എത്തിലീൻ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യും വേണം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ETO. പ്ലാസ്റ്റിക് ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സ്, കാത്തറ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എത്തിലീൻ ഓക്സൈഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ETO സ്റ്റെറിലൈസർ. ജസ്റ്റ് ഇമേജ് ആണ് കേട്ടോ, ETO സ്റ്റെറിലൈസറിന്റെ ഇമേജ് ആണ്. ഓക്കെ, ഇതും എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ. ഓക്കെ, ഇതാണ് എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ വരുന്നത്. ഇനി ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷനിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. ഇത് ഫിമിഗേഷൻ നമ്മുടെ റൂമൊക്കെ ഫിമിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിക്കുക. അതിന് മെക്കാനിസം വെച്ചാൽ പ്രോട്ടീൻ, ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻ ഡിനാച്ചർ ചെയ്തിട്ട് വഴി അവരെ കില്ല് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ചെയ്യുന്നത്. യൂസസ് നോക്കാം, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലബോറട്ടറീസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു റൂം ഫിമിഗേഷൻ ചെയ്യാനാണ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നത് അല്ലെ. നേരത്തെ നമ്മൾ ETO ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സും കാത്തറ്റേഴ്സും അതുപോലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിച്ച്. ഇവിടെ ഫോർമാൽഡിഹൈഡ് ഗ്യാസിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സും ലബോറട്ടറീസ് ഒക്കെ നമുക്ക് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം? യെസ്, ഫോർമാൽഡിഹൈഡ് ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം. അതിന് ഇമേജ് അടുത്ത് എല്ലാവരും ഒരുവിധം യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ലാബിൽ കുറച്ചുപേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫിമിഗേഷൻ പ്രോസസ്സ് അത് മസ്റ്റ് ആണ് അല്ലെ ലാബില്. ഓക്കെ, ഇനി ഫോർമാൽഡിഹൈഡ് ഗ്യാസ് നമുക്ക് നോക്കാം. യൂസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, ലാബ്, ബെഡിംഗ്, ഫർണറീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ KMnO4 പ്ലസ് ഫോർമാലിൻ ഹീറ്റിംഗ്, അങ്ങനെയാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും. Then sterilization achieved by condensation of gas, then one exposed surface, then broad spectrum ബയോസൈഡൽ ആക്ടിവിറ്റി ആണ്. ബ്രോഡ് സ്പെക്ട്രം ആണ് പറയുന്നത്, നേരെ ഒന്നല്ല, ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ബയോസൈഡൽ ആക്ടിവിറ്റി ആണ്. ഗ്യാസസ് ഈസ് ടോക്സിക് ആൻഡ് ഇറിറ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫിമിഗേഷൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ആരും അങ്ങനെ സ്റ്റേ ചെയ്യില്ല, കുറച്ച് ടൈം ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ അവിടെ റൂമിലോട്ട് പിന്നെ കയറാനൊക്കെ. റൂം ഷുഡ് ബി സീൽഡ് ആൻഡ് ലെഫ്റ്റ്
അൺഓപ്പൺ ഫോർ 48 hours. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്യൂമിഗേഷൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ടോക്സിക് ആണ്, ഇറിറ്റന്റ് ആണ്. നമ്മൾ ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽസും കാര്യങ്ങളൊക്കെയാണ് അല്ലെ, നമ്മൾ ഇറിറ്റന്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്, ടോക്സിക് ഒക്കെ ആക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഫ്യൂമിഗേഷൻ ചെയ്തതിനു ശേഷം ഒരു 48 hours ശേഷം മാത്രമേ പിന്നീട് നമ്മൾ ലാബിൽ പ്രവേശിക്കാൻ തന്നെ പാടുള്ളൂ. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. കാർബണഫോർ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും കൂടെ ഹീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ദെൻ ഇതാണ് ഒരു ചേംബർ വരുന്നത് കേട്ടോ, ഫോർമാൽഡിഹൈഡ് ഗ്യാസിന്റെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഫ്യൂമിഗേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, ഫ്യൂമിഗേഷൻ ചെയ്തതിനു ശേഷം ലാബിലോട്ട് പ്രവേശിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഗ്യാഷ്യസ് ആയിട്ടുള്ള സ്റ്റെറിലൈൻ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ്. ഫസ്റ്റ് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 2% സൊല്യൂഷൻ ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. 2% ഗ്ലൂട്രാൽഡിഹൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നോൺ ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. എന്താ പറയുന്നത്? കോൾഡ് സ്റ്റെറിലൈസേഷൻ ആണ്. മെക്കാനിസം നോക്കുകയാണെങ്കിൽ ക്രോസ് ലിങ്ക്സ് പ്രോട്ടീൻ അതുവഴിയാണ് അതിനെ മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യുന്നത്. 2% ആ പെർസെന്റേജ് ഒന്ന് നോക്കി വെക്കുക. യൂസേഴ്സ് നോക്കാൻ എൻഡോസ്കോപ്പ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. ഈ എൻഡോസ്കോപ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ മുന്നേ, എൻഡോസ്കോപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. അപ്പൊ നമ്മൾക്കറിയാം കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. എത്ര പെർസെന്റേജ് ആണ് യൂസ് ചെയ്യുന്നത്? 2% ആണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ഗ്ലൂട്രാൽഡിഹൈഡ് സൊല്യൂഷൻ ജസ്റ്റ് ഇമേജ് ആണ് കേട്ടോ. അപ്പൊ ഗ്ലൂട്രാൽഡിഹൈഡ് സൊല്യൂഷൻ ഇക്വാലന്റ് ടു ഗ്ലൂട്രാൽഡിഹൈഡ് ആ ഒരു പെർസെന്റേജ് ആണ് പ്യൂരിഫൈഡ് വാട്ടർ, ജസ്റ്റ് ആ പെർസെന്റേജ് കൊടുത്തിട്ടുള്ളൂ. ഡിസിൻഫെക്ടന്റ് ആൻഡ് കോൾഡ് സ്റ്റെറിലന്റ് ഫോർ ഹീറ്റ് സെൻസിറ്റീവ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയായിരുന്നു? എൻഡോസ്കോപ്പ്, റിയൂസബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസസ്, ഡെന്റൽ ആൻഡ് അനസ്തെറ്റിക് ഇൻസ്ട്രുമെന്റ്, ഇഫക്റ്റീവ് അഗൈൻസ്റ്റ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, സ്പോർട്സിനൊക്കെ എഫക്റ്റീവ് ആണ്. റാപ്പിഡ് ആക്ടിംഗ്, നോൺ കൊറോസിവ് ആണ്. ദെൻ നോൺ സ്റ്റെയിനിങ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ജസ്റ്റ് ആ ഒരു ഇമേജ് ആണ് കേട്ടോ, ഒരു ബോട്ടിലാണ്. ഗ്ലൂട്രാൽഡിഹൈഡ് സൊല്യൂഷൻ 2% ആണ് യൂസ് ചെയ്യുക. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ്? എൻഡോസ്കോപ്പ്, അത് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യുക. ദെൻ റിയൂസബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസസ്, അതുപോലെ ഡെന്റൽ അനസ്തെറ്റിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. ബാക്ടീരിയനും ഫംഗിനും വൈറസിനും സ്പോർട്സിനും ഒക്കെ ഇത് എഫക്റ്റീവ് ആണ് കേട്ടോ ഗ്ലൂട്രാൽഡിഹൈഡ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം സർജിക്കൽ ഗ്ലൂട്രാൽഡിഹൈഡിന്റെ വേറൊരു ബോട്ടിലിന്റെ ജസ്റ്റ് ഇമേജ് കൊടുത്താ കേട്ടോ. ഇതൊക്കെ ഗ്ലൂട്രാൽഡിഹൈഡിന്റെ വേറെ വേറെ ഓരോ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ജസ്റ്റ് ഇമേജ് ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ നമുക്ക് വളരെ സിമിലർ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ. നമ്മൾ ലാബിലും യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മള് ഡെയിലി ലൈഫിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. അപ്പോൾ യൂസ്ഡ് ആസ് വേപ്പർ ഓർ പ്ലാസ്മയാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറ്. പേപ്പർ ആയിട്ടും ലിക്വിഡ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസസ് നമ്മൾ മെഡിക്കൽ ഡിവൈസസ് അതുപോലെ ലബോറട്ടറി എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിന്റെ ലിക്വിഡ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ മുറിവിലൊക്കെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ആണ് കേട്ടോ. 3% ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വേപ്പർ ആയിട്ടായിരിക്കും നമ്മൾ ഈ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വേപ്പർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് വേപ്പർ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസേഷൻ വരുന്നത്, VHP. ഓക്കെ, വേപ്പർ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു മെഷീൻ പോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ വേപ്പർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് ആയിട്ടുള്ളതായിരിക്കും, നമ്മൾ മുറിവിൽ ഒഴിക്കാനും ഒക്കെ യൂസ് ചെയ്തത് വേപ്പർ ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലിക്വിഡ് സ്റ്റെറിലൈസേഷൻ വരുന്ന വേറെ ഒന്നാണ് പാരാസിറ്റിക് ആസിഡ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് പാരാസിറ്റിക് ആസിഡ് വരുന്നത്. മെക്കാനിസം പറഞ്ഞാൽ ഡിസ്ട്രോയ് സെൽ വാൾ ആൻഡ് പ്രോട്ടീൻ. ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് സെൽ വാളും പ്രോട്ടീനും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് വഴിയാണ് കിൽ ചെയ്യുന്നത് പാരാസിറ്റിക് ആസിഡ്. അതിന്റെ യൂസസ് നോക്കുകയാണെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ തന്നെ ഡയാലിസിസ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക, ഡയാലിസിസ് എക്യുപ്മെന്റ്സ് അതുപോലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? യെസ്, ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? പാരാസിറ്റിക് ആസിഡ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഗ്ലൂട്രാൽഡിഹൈഡ് കണ്ടു, ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടു, ഇവിടെ പാരാസിറ്റിക് ആസിഡ് ആണ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഡയാലിസിസ് എക്യുപ്മെന്റ്സും ഒക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇത് ജസ്റ്റ് ഇമേജ് ആഡ് ചെയ്തതാണ്, നമ്മൾ പാരാസിറ്റിക് ആസിഡിന്റെ ഇമേജ് ആണ്. പാരാസിറ്റിക് ആസിഡ് ഓർ പെറോക്സി അസിറ്റിക് ആസിഡ് ക്യാരക്ടറൈസ്ഡ് ബൈ വെരി റാപ്പിഡ് ആക്ഷൻ അഗൈൻസ്റ്റ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിന് എതിരെയും വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. എ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഓഫ് പാരാസിറ്റിക് ആസിഡ് ഈസ് ഹാസ് നോ ഹാർംഫുൾ ഡികമ്പോസിഷൻ പ്രൊഡക്റ്റ്.
ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്, അസിറ്റിക് ആസിഡ് നോ ഹാർംഫുൾ ഡികമ്പോസിഷൻ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് അസിറ്റിക് ആസിഡ്, വാട്ടർ, ഓക്സിജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്. നോ ഹാർംഫുൾ ആണ്. അതുവഴി ഡികമ്പോസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് അത്ര ഹാർംഫുൾ അല്ല, മനുഷ്യന് അത്ര ഹാർംഫുൾ അല്ല. ആൻഡ് ലീവ് നോ റെസിഡ്യൂ. ഇറ്റ് റിമെയിൻസ് എഫക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഇറ്റ് ഇസ് സ്പോറിസൈഡൽ ആൻഡ് ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ട്, അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഈ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഓർഗാനിക് മാറ്റർ പ്രസൻസ് ആകുമ്പോൾ അതിന് സ്പോറിസൈഡൽ ആണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഒരു തലത്തിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇമേജ് ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ അസിറ്റിക് ആസിഡിന്റെ. ഇനി സർഫസ് ആക്റ്റീവ് കെമിക്കൽസ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൽക്കഹോൾ ആണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എത്തനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ നമ്മൾ എപ്പോഴും ലാബിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. റാപ്പിഡ് ആക്ഷൻ ആണ്, ബട്ട് നോട്ട് സ്പോറിസൈഡൽ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാരാസിറ്റിക് ആസിഡ് ഒക്കെ നമ്മൾ പറഞ്ഞ സ്പോറിസൈഡൽ ആണ് എന്നൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ആൽക്കഹോൾ ആയിക്കോട്ടെ, എത്തനോൾ, ഐസോപ്രോപ്പൈൽ, അതൊക്കെ അത്ര സ്പോറിസൈഡൽ അല്ല, പക്ഷെ റാപ്പിഡ് ആക്ഷൻ ആണ്, പക്ഷെ അത്ര സ്പോറിസൈഡൽ ഒന്നല്ല. ഇനി ഇതിന്റെ യൂസസ് നോക്കുകയാണെങ്കിൽ സ്കിൻ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ടും സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ലാബിൽ നമ്മൾ വൈപ്പ് ചെയ്യാൻ ആൽക്കഹോൾ വൈപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. ദെൻ ഹാൻഡ് സാനിറ്റൈസർ 70% ആണ്. ആ പെർസെന്റേജ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ നേരത്തെ വൂണ്ട് ക്ലീനിങ്ങിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എത്ര പെർസെന്റേജ് പറഞ്ഞേ? 3% ആണ് പറഞ്ഞത്. ഗ്ലൂട്രാൽഡിഹൈഡ് എത്ര പെർസെന്റേജ് പറഞ്ഞേ? 2% ആണ്. ആൽക്കഹോൾ 75% ആണ്. ഒന്ന് ഓർത്തിരിക്കുക. കിൽ 99.9% കോമൺ ജേംസ് കേട്ടോ, 75% ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം. ഇനി ഡിസ്ഇൻഫെക്റ്റന്റ് ലബോറട്ടറി, അതുപോലെ ലബോറട്ടറി ഗ്ലാസ് വൈസ്, അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മള് ക്ലീൻ ടൂൾ ലൈക്ക് മേക്കപ്പ് കിറ്റ്സ് ഓർ വർക്കിംഗ് ടൂൾസ്, അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ആൽക്കഹോൾസ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എത്ര പെർസെന്റേജ് ആയിരുന്നു? 75% ആണ്. ഓക്കെ, ഇത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇനി നെക്സ്റ്റ് സർഫസ് ആക്റ്റീവ് കെമിക്കൽ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റന്റ് നോക്കാൻ പോകുന്നത് ഫീനോൾ ആണ്. അത് എഫക്റ്റീവ് അഗൈൻസ്റ്റ് ബാക്ടീരിയ ആണ്. ഫീനോൾസ് എഫക്റ്റീവ് അഗൈൻസ്റ്റ് ബാക്ടീരിയ ആണ്. കണ്ടോ, ജസ്റ്റ് ഇമേജ് ആണ് കേട്ടോ ഫിനോളിന്റെ. പിന്നെ ഇതെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലെ. സാവ്ലോൺ ആയിക്കോട്ടെ, ഡെറ്റോൾ ഒക്കെ, ഈ ലിക്വിഡ് ആന്റിസെപ്റ്റിക്, TCP, അതൊക്കെ നമ്മൾ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഫസ്റ്റ് എയ്ഡിൽ ഒക്കെ നമ്മൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഹാലജൻസ് നോക്കുകയാണെങ്കിൽ ക്ലോറിൻ അയഡിൻ ആണ്, സ്ട്രോങ് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഹാലജൻ എന്നാണ്, ക്ലോറിൻ അയഡിൻ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പൊ ഈ ആൽക്കഹോൾ, ഹാലോജൻ, ഫിനോൾസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ യൂസസ് നോക്കുകയാണെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ, വൂണ്ട് ക്ലീനിങ്ങിനൊക്കെയാണ് ഈ മെയിൻ ആയിട്ട് ഈ ഹാലോജൻ. ക്ലോറിൻ നമ്മൾ ചില വാട്ടറിൽ ക്ലോറിൻ സ്മെൽ ഉണ്ടാവില്ല, നമ്മളത് മെയിൻ ആയിട്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ വെള്ളത്തിലൊക്കെ നമ്മളൊരു ക്ലോറിൻ ഒരു ചൊവ ഉണ്ടാവാറുണ്ട് അല്ലെ. വൂണ്ട് ക്ലീനിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് ഓക്കെ. ഹാലോജൻസ് എന്നാണ് ഈ ബെറ്റാഡിൻ, വൂണ്ട് സൊല്യൂഷൻ. ഓക്കെ, ബെറ്റാഡിൻ ഏതിലാ വരിക? ഈ പോവിഡോൺ അയഡിൻ, അതാണ് ബെറ്റാഡിൻ കേട്ടോ. അപ്പൊ ഈ അയഡിൻ ഈ ഹാലോജൻ കാറ്റഗറിയിലാണ് വരിക. ഈ വൂണ്ട് ക്ലീനിങ് നമ്മൾ വൂണ്ടിൽ ഉപയോഗിക്കുന്ന ഈ ബെറ്റാഡിൻ ഏത് കാറ്റഗറി ഓഫ് ഇതിലെ വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാലോജൻസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഹെവി മെറ്റൽസ് നോക്കുകയാണെങ്കിൽ സിൽവർ, മെർക്കുറി ഒക്കെയാണ് ഹെവി മെറ്റൽസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ഇനാക്ടിവേറ്റ്, എൻസൈം ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് വഴിയാണ് മൈക്രോ ഓർഗാനിസം കില്ല്. അതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നത്. നമ്മൾ വൂണ്ട് ഡ്രസ്സിങ്ങിലും ആന്റി മൈക്രോബിയൽ കോട്ടിങ്ങിലൊക്കെയാണ് ഈ മെയിൻ ആയിട്ട് ഈ ഹെവി മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇമേജ് ഒന്ന് നോക്കുക. വൂണ്ട് ക്ലീനിങ് കേട്ടോ. സിൽവർ സ്ട്രീം സൊല്യൂഷൻ, each ml containing ionic silver and it forms silver nitrate. ഓക്കെ, ഹെവി മെറ്റൽസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും ആ ഒരു ഡ്രസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ആ പേരാണ് അതിന്റെ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ആഡ് ചെയ്തതാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഗ്യാഷസ്, ലിക്വിഡ്, ഓക്സിഡൈസിങ് ഏജന്റ്, ആൽക്കഹോൾ, ഹാലോജൻസ് ആണ് നമ്മൾ കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ പറഞ്ഞത്. ഗ്യാഷസ് നമ്മൾ എത്തിലീൻ ഓക്സൈഡ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് നമ്മൾ പ്രോട്ടീൻ, ആ ഒരു ബാക്ടീരിയയുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ DNA ആൽക്കലേഷൻ വഴിയാണ് അതിനെ കിൽ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ടൂൾസ് ഒക്കെയാണ് അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ഗ്ലൂട്രാൽഡിഹൈഡ് എത്ര പെർസെന്റേജ് ആയിരുന്നു? 2% ആണ് അല്ലെ. ആ പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ് അതുവഴിയാണ്, അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നത്. എൻഡോസ്കോപ്സ്. ഓക്കെ, അപ്പൊ എൻഡോസ്കോപ്പ്
ഗ്ലൂട്രാഡിഹൈഡ്. ഓക്കെ, EG അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എക്സാം ചോദിച്ചിട്ടുണ്ട് ഈ എൻഡോസ്കോപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ H2O2 പെറസിറ്റിക് ആസിഡ് ഒക്കെ പറഞ്ഞത് ഫ്രീ റാഡിക്കൽ ഡാമേജ് വഴിയാണ് മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്നത്. എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൽക്കഹോൾ, എത്തനോൾ അല്ലെ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒക്കെ നമ്മൾ പറഞ്ഞു 75% ഒക്കെ പറഞ്ഞു. പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ മെയിനായിട്ട് സ്കിൻ, അതുപോലെ തന്നെ ടൂൾ സർഫസ്, ലബോറട്ടറി സർഫസ് അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹാലോജൻസ് ഏതൊക്കെ പറഞ്ഞ ക്ലോറിൻ, അയഡിൻ അല്ലെ, നമ്മൾ ബെറ്റാഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പവഡിൻ, അയഡിൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ക്ലോറിൻ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഓക്സിഡേഷൻ വഴിയാണ് മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യുന്നത്. വാട്ടർ വൂൺസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞൊക്കെ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. Chemicals always read the labels, then only mix chemicals are instructed, then dispose of chemical as described as a teacher, then പിന്നെ അതുപോലെ തന്നെ described by the teacher. ടേസ്റ്റ് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്യരുത്, സ്മെൽ ദ കെമിക്കൽ. അങ്ങനെ നമ്മളെ ലാബിൽ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഓട്ടോക്ലേവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫിസിക്കൽ ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ നമ്മൾ കെമിക്കൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നമുക്കിപ്പോ ടോക്സിക് ആവാം. ഇപ്പൊ നമ്മൾ ഫോർമാലിൻ ഗ്യാസിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് ഇറിറ്റന്റ് ആയിരിക്കും, ടോക്സിക് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ PP കിറ്റ് ഒക്കെ ഉപയോഗിക്കുക, ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്മെൽ ചെയ്യല്ലേ, അങ്ങനെ ഡയറക്റ്റ് സ്മെല്ലൊന്നും ചെയ്യരുത്. ദെൻ വാഷ് യുവർ ഹാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസിങ് കെമിക്കൽസ്. അപ്പൊ നമ്മൾ ലാബിൽ നോർമലി നമ്മളെ ഫസ്റ്റ് നമ്മൾ ലബോറട്ടറി റൂൾസ് ഒക്കെ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ലാബിലൊക്കെ റീഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള മാത്രം മിക്സ് ചെയ്ത്, ഇപ്പൊ നമ്മൾ KNF4ഉം ഫോർമാലിനൊക്കെ മിക്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പ്രോപ്പർ ആയിട്ട് ആ ഒരു പ്രൊസീജിയർ ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ചിട്ട് ടീച്ചർ പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ നിങ്ങൾ ലാബ് ഇൻചാർജ് പറയുന്ന പ്രകാരം അങ്ങനെ കറക്റ്റ് ആയിട്ട് വെയിൽ മാത്രം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ. ഇനി ഹീറ്റ് ആൻഡ് ഫയർ, അതുപോലെ തന്നെ മേക്ക് ഷുവർ യു ആർ stood up the desk when work with heat or fire. The long hair back and tuck in the any loose clothing. Never leave the heat source without supervision. Report any accident immediately. നമ്മൾ ലാബിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം ലാബിൽ നമ്മൾ മുടി അഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സാരി അങ്ങനെ ഒന്നും എടുത്തിട്ടല്ല നിൽക്കുക. നമ്മൾ ലാബ് കോട്ടും അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സിങ് അത് വേണമല്ലേ, പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ കോട്ട് ധരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഹെയർ പുട്ടപ്പ് ചെയ്ത് വെക്കണം, ഹെഡിൽ നമ്മൾ ഹെയർ മാസ്ക് വെക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മളെ കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ വരുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഗ്യാഷസ് ഉണ്ട്, ലിക്വിഡ്, ഓക്സിഡൈസിങ് ഏജന്റ്, ആൽക്കഹോൾ, ഹാലോജൻ. ഇതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് വരിക? അപ്പൊ ലിക്വിഡിലെ ഗ്ലൂട്രാലിഹൈഡ് ആണ്, അതിന്റെ പെർസെന്റേജ് കൂടി ഒന്ന് ഓർത്തിരിക്കുക, 2%. അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ, എത്തനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അങ്ങനെയുള്ളതും, പിന്നെ ക്ലോറിൻ, അയഡിൻ ഒക്കെ വരുന്നത് നമ്മുടെ ഹാലോജനിലാണ്. അതുപോലെ തന്നെ എഥിലീൻ ഓക്സൈഡ് ഒക്കെ നമ്മൾ ഗ്യാഷസ് ആയിട്ടുള്ളതിലാണ്. അപ്പോ അതിൽ തന്നെ എന്തൊക്കെയാണ് മെക്കാനിസം ഓഫ് ആക്ഷനും, അതുപോലെ തന്നെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുക, എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യാനുള്ളത്. എൻഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഗ്ലൂട്രാലിഹൈഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ അതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുക അല്ലെ, അതിൽ നമ്മൾ ഗ്യാഷസ് ആയിട്ടുള്ളത് ഓക്സിഡൈസിങ് ഒന്നും അല്ല യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂ. സ്റ്റെറിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ്, നമുക്ക് സിമ്പിൾ ആണ് ഇത്, പക്ഷെ എന്നിരുന്നാലും ആ ഒരു പെർസെന്റേജ് ഇപ്പൊ 2% അല്ലെങ്കിൽ 3% H2O2 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ 75% ആൽക്കഹോൾ അങ്ങനെയുള്ള പെർസെന്റേജും, പിന്നെ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ എൻഡോസ്കോപ്സ്, അതുപോലെ നമ്മൾ സ്കിൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ ലബോറട്ടറി യൂസ് ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതാണ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഫ്യൂമിഗേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ എക്സാമിന് ഈ ഏരിയ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ സ്റ്റെറിലൈസേഷനിൽ ഫിസിക്കൽ മെത്തേഡ് പോലെ തന്നെ വളരെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കെമിക്കൽ മെത്തേഡും. ഓക്കെ, അപ്പൊ ഇനി ഇത് ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.